ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 9th പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. പൈൽ നമ്പർ 1ൻ്റെ താങ്ക് യു. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഫാമിലി ട്രിപ്പിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ വെക്കേഷൻ്റെ എനർജിയാണ്, വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫാമിലി ഗോൾസ് ആയിരിക്കാം. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി കുറച്ചൊരു സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് ഈ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സ്പിരിച്വൽ മീനിങ് എന്താണ്, അത് നിങ്ങളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ എങ്ങനെയാണ് അത് ബാധിച്ചേക്കുന്നത്, അത് കുറച്ച് പേർക്ക് മനസ്സിലായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ചക്ര, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്ന ഒരു സമയമായിരിക്കാം, ആത്മീയമായിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട്. നിങ്ങളുടെ എനർജി എവിടെയാണ് നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, കളയുന്നത്. ഓക്കെ, ആ ഒരു ഇമോഷണൽ എനർജിയും കുറച്ച് പേർക്ക് ക്ലാരിഫൈ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കൈകൾക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ, ഷോൾഡർ പെയിൻ ആയിരിക്കാം, കൈകൾക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഈഗോ ക്ലാഷസ് ആയിരിക്കാം. ഓക്കെ, ഈഗോ കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ ഫൈറ്റ് നടക്കുന്നുണ്ടാകാം, അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് പേർക്ക് ലിയോ അല്ലെങ്കിൽ ഫയർ സൈനിലുള്ള ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, കുറച്ചൊന്ന് കെയർഫുള്ളാകാനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ ആ ഒരു നേതൃത്വ പാഠവും തെളിയിക്കേണ്ട സിറ്റുവേഷൻസിൽ നിങ്ങളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ സണ്ണും വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ കുറച്ചൊന്ന് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് കുറച്ചൊന്ന് സ്റ്റഡി ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുന്നുണ്ടാകാം സഡനായിട്ട്, അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ഓക്കെ, ഇവിടെ ഡെവിലും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് പേടിയായിരിക്കാം, ഭയമായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളോട് അതിയായിട്ടുള്ള പേടി, ഭയം, അതുകൊണ്ടിട്ടും കുറച്ച് പേർക്ക് സത്യസന്ധമായിട്ട് തൻ്റെ എനർജി ഷോക്കേസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സൺ പറയുന്ന പോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഇവിടെ ചാരിറ്റിലും വന്നിട്ട് എഗെയിൻ മാസ്കുലിൻ ഫെമിനിൻ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ബാലൻസിൽ കൊണ്ടുവരിക. അത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പോർട്ടലിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട്, ഒരു നെക്സ്റ്റ് ഒരു ടൈം ലൈനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്, ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് സ്പിരിച്വലി നിങ്ങളെ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. കുറച്ചും കൂടെ നിങ്ങളെന്താണ്, നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള എനർജി എന്താണ്, അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ലൈറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട്, സത്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക്
നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര നിങ്ങൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ടും എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് വരുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് അതിനോട് പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ എനർജീനെ കുറച്ചും കൂടെ വിശ്വസിക്കാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എവിടെയാണ് കുറച്ചൊരു മാറ്റം കൊണ്ടുവരേണ്ടത്, ഹീലിംഗ് കൊണ്ടുവരേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ് നോക്കാം. ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ് കുറച്ച് പേർക്ക്? താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് ദ പാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിലെ എന്തെങ്കിലും മെമ്മറീസ്, പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഹീലിങ്ങിൻ്റെ ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട്, ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ടോക്ക് ടു ദ മൂൺ, ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല തെറ്റിദ്ധാരണയും പല കാര്യങ്ങളും പാസ്റ്റിലെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് നിങ്ങളോട് തന്നെ ആയിരിക്കാം, നിങ്ങളുടെ സ്പിരിച്വൽ ടീമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഇമോഷണലി അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഒത്തിരി ഹിൻസ്, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അതുവഴി പല ട്രൂത്ത് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ആണ് പാസ്റ്റ് ഹീലിംഗ്. പാസ്റ്റിലെ മെമ്മറീസ് ഹീൽ ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാർണിംഗ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കെയർഫുള്ളായിട്ടിരിക്കുക, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ആ ഒരു വാർണിങ്ങും ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. January 9th തേഴ്സ്ഡേയുടെ എനർജി എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്? താങ്ക് യു. Six of Wandsൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഒത്തിരി സക്സസ്, ഒത്തിരി അംഗീകാരത്തിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലിയുടെ ഇടയിൽ ഒത്തിരി പോസിറ്റീവ് ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു പൊട്ടൻഷ്യൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ പാഷനാണ്. ഓക്കെ, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ്. പുതിയ ഫ്രണ്ട്സായിട്ടുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് ആയിരിക്കാം. പുതിയൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി പുതുമ, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഒത്തിരി അപ്രീസിയേഷൻ ലഭിക്കുന്നുണ്ടാകാം നിങ്ങളുടെ അപ്പിയറൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഒത്തിരി അംഗീകാരം, അപ്രീസിയേഷൻ ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് എംപ്രസിൻ്റെ എനർജിയാണ്. കുറച്ചൊരു അബണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ചും നിങ്ങളുടെ സെക്രൽ ചക്ര, നമ്മുടെ സെക്കൻഡ് ചക്രയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും പാസ്റ്റിൽ കുറേ നാളായിട്ടുള്ള എന്തെങ്കിലും എനർജിയിൽ ഒരു റിലീസായിരിക്കാം, ഒരു ലെറ്റ് ഗോയുടെ എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ്. ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലും ഒത്തിരി പോസിറ്റിവിറ്റി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഹാപ്പി എനർജി അല്ലെങ്കിൽ ഒത്തിരി ആ ഒരു ഫെമിനിൻ സൈഡ് കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. 4 of Cupsൻ്റെ എനർജി. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് എഗെയിൻ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിലെ നഷ്ടങ്ങളാണ്, ലഭിക്കാതെ പോയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, ആ ഒരു സമയത്ത് മുന്നോട്ട് വരാൻ സാധിച്ചില്ല, ആ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെയും 4 of Pentacles ആണ്. കുറച്ച് പേരോട് ഇവിടെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന പല എനർജീസും അല്ലെങ്കിൽ ഹെറിഡിറ്ററി ത്രൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി വഴി
പൂർവികരിൽ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അത് കുറച്ച് പേരോട് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനോട് കുറച്ചൊരു ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ടാകാം. ചിലപ്പോൾ ഫാമിലിയിൽ നിന്നിട്ട്, പൂർവികരിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അത് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ട് ഒത്തിരി കോൺഫ്ലിക്റ്റ്, ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റിവിറ്റി നൽകുന്ന നല്ല നല്ല എനർജീസ് എന്താണോ അത് ചൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേരോട് നിങ്ങളുടെ മണി, ഫിനാൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സംരക്ഷിച്ച് നിർത്താനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. പാസ്റ്റിൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്? കുറച്ച് പേരുടെ റൂട്ട്സാണ്, നിങ്ങളുടെ ആ ഒരു പാരമ്പര്യമായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ അഗെയിൻ ഇതൊരു സ്പിരിച്വൽ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു ജേർണി, ഈ ഒരു യാത്ര കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പലർക്കും പല ജേർണി ആയിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം പഠിക്കാനുണ്ടാകുന്നത്. കാരണം നമ്മളുടെ എല്ലാം കർമ്മ ഡിഫറെൻ്റ് ആണ്. പല കർമ്മ കടങ്ങളും നമുക്ക് വീട്ടാനായിട്ടുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് ടെൻഷൻ ആകാതിരിക്കുക. ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി സ്പിരിച്വൽ എനർജി ഉണ്ട്. വാൺസ് വന്നിട്ട് ഒത്തിരി ഇൻസ്പിറേഷൻ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളെ ഓരോ സ്ഥലത്തോട്ട്, ഓരോ കാര്യങ്ങളിലോട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം വന്നിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, ഒത്തിരി പവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്സ് അതും കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ്? തേഴ്സ്ഡേ പാൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ് എന്താണ്? സ്റ്റേ ഇൻ ഇൻറ്റഗ്രിറ്റി, മൂൺ ഷൈനിങ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, എത്ര ക്രൗഡിലും എന്താ പറയുക, തിളങ്ങാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, നിങ്ങളുടെ ലൈറ്റ് കുറച്ചും കൂടെ ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കുറച്ച് പേർക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ഗിഫ്റ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ആ ഒരു ഫെമിനിൻ സൈഡ്, ആ ഒരു നർച്ചറിങ് സൈഡിലായിരിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം. ഇപ്പോൾ ഒരു അമ്മയുടെ എനർജി ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കെയർ ചെയ്യാനായിട്ട്, സംരക്ഷിക്കാനായിട്ട്, ആ ഒരു സ്നേഹം കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഷൈൻ ചെയ്യാനായിട്ടുള്ള, മറ്റുള്ളവർ അത് കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയും ആയിരിക്കാം. അപ്പോൾ എന്ത് കഴിവുമായിക്കോട്ടെ അവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഷോ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. ഹയർ പവർ, ഒത്തിരി പവർ വരുന്നതാണ്. പവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ പവറാണ്. ഒത്തിരി നോളേജ്, ഒത്തിരി അറിവ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് എത്രയൊക്കെ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും, പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും, തൻ്റെ ഇൻറ്റഗ്രിറ്റി, തൻ്റെ സത്യം അതിൽ ഉറച്ചു നിൽക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ലോ ഓഫ് അട്രാക്ഷനാണ്. അതായത് നിങ്ങളുടെ കർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൊണ്ടിട്ട് അതേ സെയിം വൈബ്രേഷനുള്ള പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട് ഒത്തിരി അബണ്ടൻറ്റ് എനർജി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ, പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ബോർഡം അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടില്ല, ആ ഒരു വിഷമം, അത് മാത്രം കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.